കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു അറബി അക്ഷരങ്ങൾ അറബി പഠിക്കുന്ന 2 ലക്ഷ്യത്തിനാന്ന് പറഞ്ഞു. എത്ര ലക്ഷ്യത്തിനാ? ഒന്ന് അറബി സംസാരിക്കാൻ പഠിക്കും. ഒന്നെന്തിനു പഠിക്കും? ഒന്ന് ഖുർആൻ ഓതാൻ വേണ്ടി, വിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ എന്ത് പഠിക്കും? അറബി പഠിക്കും. കാരണം എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താണ്? ഞാൻ അറബിയാണ്. നബി പറയാണ് എന്താണ്? ഞാൻ അറബിയാണ്. വിശുദ്ധ ഖുർആൻ അറബിയാണ്. നാളെ സ്വർഗത്തിലെ ഭാഷയും അറബിയാണ്. അപ്പൊ നമ്മൾ അറബിയെ പഠിക്കണ്ടായോ? അപ്പൊ അതേപോലെ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി പഠിക്കണ്ടായോ? അപ്പൊ അങ്ങനെ 2 ലക്ഷ്യത്തിലാണ് പഠിക്കുന്നത്. ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഒന്ന് എന്താണ്? അറബി ഭാഷ പഠിക്കാൻ, അറബി ഭാഷ പഠിക്കാൻ വേണ്ടി. ഒന്ന് എന്തിനാണ്? ഖുർആൻ. അപ്പൊ അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ഒരാൾ പഠിച്ചു. പക്ഷെ ആ പഠനം കൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതാനൊക്കത്തില്ല. കഴിയുമോ? കഴിയത്തില്ല. അതേസമയം ഒരാൾ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അറബി പഠിച്ചു. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാ? 2 നടക്കും. അറബി ഭാഷ പഠിക്കാനും ഉപയോഗിക്കാം, വിശുദ്ധ ഖുർആൻ ഓതാനും കഴിയും. മനസ്സിലായല്ലോ? ഇനി അറബി പഠിക്കുമ്പം നമ്മൾ 3 കാര്യങ്ങളാണ് ഈ തജ്വീദുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന് അറബി അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങളും സൗണ്ട് സിസ്റ്റവും ശരിയാക്കണം. ഒന്നെന്താ പറഞ്ഞത്? പറഞ്ഞ പോയിന്റുകൾ ഓർമ്മ വേണം. എന്താ പറഞ്ഞത്? സൗണ്ട് സിസ്റ്റവും ശരിയാക്കണം. പറഞ്ഞ മനസ്സിലായ മക്കളെ? സൗണ്ട് സിസ്റ്റവും ശരിയാക്കണം. ഇനി അതേപോലെ രണ്ടാമത്തത് അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോൾ, അറബി അക്ഷരങ്ങൾ പ്രത്യേകതയാ, കൂടിച്ചേരുമ്പോൾ ഉള്ള നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ മക്കളെ? എന്താ പറഞ്ഞത്? അറബി അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോൾ എന്താവും? നിയമങ്ങള് മാറിക്കൊള്ളി. അത് അറിയണം. നമ്മൾ ആദ്യം അറിയുന്നതാണ് അതായത് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റവും എന്താക്കണം? ശരിയാക്കണം. രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്? അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉള്ള നിയമങ്ങൾ അറിയണം. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞോളൂ. 2 കാര്യങ്ങളെ പറഞ്ഞു. ഒന്നെന്താണ്? ഒന്നുകൂടെ പറയാണ്. അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും അറിയണം, സൗണ്ട് സിസ്റ്റവും ശരിയാക്കണം. രണ്ടാമത് പറഞ്ഞ എന്താണ്? അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോഴുള്ള നിയമങ്ങളും അറിയണം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ അധ്യായം അവസാനിക്കുക. ആ പാഠം കഴിയുക. എന്താ? കഠിനമായ പരിശീലനം വേണം. എന്ത് വേണം? നല്ല പരിശീലനം ഉണ്ടെങ്കിലേ പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ തനതായ ശൈലിയിൽ ഓതാൻ കഴിയൂ. മനസ്സിലായോ? നമ്മളൊക്കെ ഓതും, പക്ഷെ യഥാർത്ഥ ഓതലാണോ? തജ്വീദ് അനുസരിച്ചുള്ള ഓതലാണോ? ഈ പറഞ്ഞ നിയമങ്ങൾ പാലിച്ചുള്ള ഓതലാണോ? അത് യഥാർത്ഥ സൗണ്ട് സിസ്റ്റം അറിയാവോ? ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അതുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും ഓതുന്ന കേൾവി കൊണ്ട് കുറേ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? കണ്ട് പഠിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. കണ്ട് പഠിക്കണം. അക്ഷരങ്ങൾ കണ്ടാൽ അതിന്റെ യഥാർത്ഥ മഖ്റജ് ഇതാണ്. അറബി പറയുന്നതാണ് മഖ്റജ്. അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്തിന് എന്താ പറയുന്നത്? മഖ്റജ്. അതേപോലെ സിഫത്തുകൾ. എന്താ പറയുന്നത്? സിഫത്താണ് സൗണ്ട് സിസ്റ്റം, മഖ്റജാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ 2 കാര്യം മനസ്സിലായോ? അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്തിന് എന്താ പറയും? മഖ്റജ് എന്ന് പറയും. സൗണ്ട് സിസ്റ്റത്തിന് എന്താ പറയും? സിഫത്ത് എന്ന് പറയും. അപ്പൊ ഒരക്ഷരത്തിന് 5 മുതൽ 7 വരെ സിഫത്തുണ്ട്. എത്ര സിഫത്തുണ്ട്? ഒരക്ഷരത്തിന് ഏറ്റവും കുറഞ്ഞ എത്ര കാണും? ചില അക്ഷരങ്ങൾക്ക് 5 കാണും, ചിലർക്ക് 6 കാണും, ചില അക്ഷരങ്ങൾക്ക് എത്ര കാണും? 7. അപ്പൊ മനസ്സിലായോ? 7 സിഫത്തുകൾ നമ്മൾ അറിയണം, അല്ലേ? ആ സിഫത്ത് വെച്ച് നമ്മൾ പരിശീലിക്കണം. മനസ്സിലായോ? അതാ പറഞ്ഞ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റവും എന്താക്കണം? ശരിയാക്കണം എന്ന് പറഞ്ഞു. അറിഞ്ഞിരുന്ന പോരാ, അതെന്താക്കണം? ശരിയാക്കണം. അതിന് ഉദാഹരണങ്ങൾ നമ്മൾ പറയും. ഇതിനകത്തുകൂടെ നമുക്ക് മനസ്സിലാക്കാം. കാണാൻ പറ്റിയ എല്ലാവർക്കും? അപ്പൊ നോക്കേ, ഒരു മനുഷ്യന്റെ തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്നാണ് ഒരു അക്ഷരങ്ങൾ തുടങ്ങുന്നത്. കണ്ടല്ലോ? ഇങ്ങനെ തുടങ്ങി ഇവിടെ വരുമ്പം എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇതെല്ലാം ഈ കുഞ്ഞുങ്ങൾ വരെ നല്ല ശ്രദ്ധയോടിരിക്കുക. മാഷാ അല്ലാഹ്, നല്ല അച്ചടക്കത്തോടെ ഇരുന്ന് ശ്രദ്ധിക്കുക.
കാരണം നിങ്ങളെക്കാണി ആ കുട്ടികൾ പഠിക്കും. കാരണം എന്താ, അവരുടെ മനസ്സിൽ നിഷ്കളങ്കമാണ്. മുതിർന്നു വരുന്നതോടും നമ്മുടെ മനസ്സിൽ കാപട്യങ്ങൾ വന്ന് കൂടും. മനസ്സിലായോ പറഞ്ഞ് മനസ്സിലായെന്ന പോയിന്റ്? നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്? നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ. അവിടെ മനസ്സിൽ എന്തില്ല? കളങ്കമില്ല, കള്ളത്തരമില്ല. ഒരു കുട്ടിയുടെ മനസ്സിൽ എന്തില്ല? കള്ളത്തരമില്ല. ഒരാൾക്ക് കള്ളം പറയാൻ പരിശീലനം കിട്ടണം. നേര് പറയാൻ പരിശീലനത്തിന്റെ ആവശ്യമില്ല. ഉണ്ടോ? നേരേ പറയത്തുള്ളൂ. ചില കുട്ടികൾക്ക് എന്ത് വരും? പരിശീലനം കൊടുക്കും. ആര് കൊടുക്കും? വീട്ടിൽ നിന്ന് കിട്ടും. എങ്ങനെ കിട്ടും? വീട്ടിൽ നിന്ന് കിട്ടും. എങ്ങനെയാ കിട്ടുന്നതെന്ന് അറിയട്ടോ? വാപ്പായെ തിരക്കി ഒരാൾ വരുവാ. വാപ്പ കുറെ കാശ് കടം വാങ്ങിച്ചിട്ടുണ്ട് അയാളേന്ന്. ഇങ്ങോട്ട് വരുമ്പോൾ വാപ്പ ദൂരേന്നേ കണ്ട്. ആരെ കണ്ട്? അയാളെ കണ്ട്. മോനെ വിളിച്ചിട്ട്, ചെറിയ മോനെ വിളിച്ചിട്ട് പറയും, മോനെ. അയാൾ വരുമ്പോൾ വാപ്പ ഇവിടെ നിന്നില്ലെന്ന് പറയാൻ പറയും. എന്താ പറയുന്നത്? സത്യത്തിൽ വാപ്പ അവിടെ ഇല്ലയോ? ഉണ്ട്. മോനെ കൊണ്ട് എന്ത് പറയിപ്പിക്കുന്നു? കളവ് പറയിപ്പിക്കുന്നു. എന്നതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അപ്പം നമ്മൾ എന്താണ്, കുഞ്ഞു മനസ്സിൽ കളങ്കമില്ലെന്ന് പറയത്തില്ലയോ? വളരെ വ്യക്തമായിട്ട് അവർ ശ്രദ്ധിച്ചിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മുടെ അറബി അക്ഷരങ്ങള് നോക്ക്. ഈ അക്ഷരങ്ങളുടെ സ്ഥാനങ്ങൾ നോക്കണം. മനസ്സിലായോ? ഒന്ന് തൊണ്ടയാണ് ഈ കാണിക്കുന്നത്. ഇതെന്താണ്? തൊണ്ടയാണ്. തൊണ്ടയിൽ നിന്ന് എത്ര അക്ഷരങ്ങൾ വരുന്നുണ്ട്? 6 അക്ഷരങ്ങൾ. എത്ര അക്ഷരങ്ങളാ? 6 അക്ഷരങ്ങൾ. എവിടുന്നാ വരുന്നത്? തൊണ്ടയിൽ നിന്ന്. ഉണ്ടോ? ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ 2 എണ്ണം വരും. ഒരിടത്ത് തന്നെ ഹംസ്, ഹ, ഐന്, ഹ, ഓയിന്, ഹ. അത് ഹൽക്കിന്റെ അക്ഷരം എന്ന് പറയുന്നത്. അറബി പറയുമ്പോൾ എന്തോ ഹൽക്ക് എന്നാ പറയുന്നത്. എന്താണ്? ഹൽക്ക്. ഹൽക്ക് എന്നുള്ള ഹൽക്ക് ആവരുത്, ഹൽക്ക ആവുള്ളു. അവിടെ ഹൽക്കിന്റെ അക്ഷരങ്ങളാണ് ഇവിടെന്ത്. നമ്മൾ അതാ പഠിച്ചത്. ഹംസേ ഹംസേ നീ എവിടെ? ഹൽക്കിനകത്ത് ഞാനുണ്ട്. ഹൽക്കിനകത്ത് നീ എവിടെ? ഹൽക്കിൻ താഴെ അറ്റത്ത് ഒന്ന് പുറത്തു വരാമോ നീ? ഞാനിതാ വന്നു. പഠിച്ചില്ലേ നമ്മള്? എന്നതുപോലെ ഈ അക്ഷരങ്ങൾ പഠിക്കാൻ വേണ്ടി. കണ്ടോ? ഇനി അടുത്ത അക്ഷരങ്ങൾ നോക്കേ.